ഇന്നൊരു ഈവനിങ് റൊട്ടീൻ വീഡിയോ ആവാലെ. മോൻഷി ചേച്ചിയുടെ കയ്യിൽ കുട്ടൂസിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ കുഞ്ഞുവിനെ കൂട്ടാനായിട്ട് പോയി. തിരിച്ചു വന്ന് നേരെ അപ്പുറത്തെ പറമ്പിലേക്ക് എടുത്ത് ചാടി കേട്ടോ, മുരിങ്ങയില പറിക്കാനായിട്ടാണ്. പറമ്പിൽ ചേട്ടനോട് മുന്നേ ഞങ്ങൾ പെർമിഷനൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. ഇതാണ് മോൻഷി ചേച്ചി. ഈ ചേച്ചിയുടെ കയ്യിൽ കുട്ടൂനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എന്നും കുഞ്ഞുവിനെ വിളിക്കാനായിട്ട് പോവാറ് കേട്ടോ. അവനാണെങ്കിൽ ഈ ചേച്ചിയുടെ കൂടെ ഇരുന്നോളും. പിന്നെ പിള്ളേരൊരാളെയും ഞങ്ങൾ കൂട്ടിയില്ല. ഒത്തിരി താഴത്തേക്ക് പോകണമായിരുന്നു. കുത്തിനുള്ള ഇറക്കായതുകൊണ്ടാണ്. മുരിങ്ങയിലാണെങ്കിൽ മൊത്തവും മണ്ടയിലായിരുന്നു. ഞങ്ങളാണെങ്കിൽ തോട്ടിയും കമ്പും ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ ഉള്ളതും പറിച്ച് അങ്ങ് പോന്നു. നേരെ വന്ന് മിറ്റടിക്കാനായിട്ടാണ് ഇറങ്ങിയത്. കുറച്ച് ദിവസമായി മിറ്റൊക്കെ അടിച്ചിട്ട് തേങ്ങ വീഴുന്നുണ്ടായിരുന്നു. എങ്ങാനും തലയിൽ വീണാലോ എന്ന് കരുതി അടിക്കാതിരുന്നതാണ്. പക്ഷേ അതും വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ മൊത്തം ചപ്പും ചവറും കൂടത്തേ ഉള്ളൂ എന്ന് കരുതി ഇന്ന് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനുണ്ടായിരുന്നു. ഈവനിങ് എല്ലാ ദിവസവും ഞാൻ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കും. ആവശ്യമുള്ള ചെടികൾക്ക് മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ വഴുതനയും തക്കാളിയും പച്ചമുളകൊക്കെ ഏകദേശം നമ്മുടെ വളർന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നിറയെ ഒരു കൂന തുണി ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട്, എൻ്റെയും ശ്യാമിൻ്റെയും പിള്ളേരുടെ ഒക്കെ. അപ്പോൾ അത് ഓരോന്നായി ഓരോ സെക്ഷനായി മടക്കി ഞാൻ അലമാരയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് കയ്യും കാലും മുഖവും കഴുകി വിളക്ക് കത്തിക്കാനാണ്. നോൺ വെജ് ഉള്ള ദിവസം ഞാൻ വിളക്ക് കത്തിക്കാറില്ല. ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ച നോയമ്പെടുത്തേക്കാണ് ഞാനും ശ്യാമും ഒരുമിച്ച് എടുത്തു കേട്ടോ. രാത്രിത്തേക്ക് ടൊമാറ്റോ റൈസും സോയാബീൻ ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ എളുപ്പമാണല്ലോ എന്ന് കരുതി. കുട്ടൂസിനാണെങ്കിൽ മോളത്തെ വീട്ടിൽ കളിക്കാനായിട്ട് പോയേക്കാണ്. കുഞ്ഞൂസ് ഞാൻ ഉള്ളതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് എന്നെ വിട്ടേച്ച് എവിടെയും പോവാറില്ല. പിന്നെ അവൻ ഫ്രിഡ്ജിൽ പോയി കുറച്ച് മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് കുറച്ച് പീസാക്കി തരാൻ പറഞ്ഞു. ഞാൻ വേഗം പീസാക്കിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ടൊമാറ്റോ റൈസിനുള്ള സാധന സാമഗ്രികളൊക്കെ ഞാൻ വേഗം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വന്ന അരിയുമാണ്. എന്നും ഇതുപോലെയല്ല ഞങ്ങളുടെ റൊട്ടീൻ, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.